ശ്രീ ആദികേശവൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭാരതം ഇന്ന് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇനിയും ജർമ്മനി എന്നുള്ള ആ രാജ്യത്തെ പോലും 2027 നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം സാക്ഷ്യപ്പെടുന്നത്. ലോകബാങ്ക് തന്നെ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ വികസനത്തിൻ്റെതായ എല്ലാ അർത്ഥത്തിലും ഒരു കുതിപ്പ് ഭാരതം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ചലനങ്ങൾ തന്നെയാണ് നമുക്ക് ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ജമ്മു കാശ്മീർ 46,000 കോടിയുടെ വികസന പദ്ധതികൾ, അത്തരത്തിൽ ആ ഒരു വികസനത്തിൻ്റെതായ ഒരു സമഗ്രതയെ വിശാലമായിട്ടുള്ള ആ ഒരു ജനങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് ആ വികസനത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എത്തിക്കുന്ന ആ ഒരു മികവിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? നമ്മുടെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ സ്ഥാനം അല്ലെങ്കിൽ 5ാമത്തെ സ്ഥാനം എന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 4 കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ കാലതാമസം കൊണ്ടാണ് നമ്മൾ ഈ 4ാം സ്ഥാനം നേടുന്നത് എന്നൊക്കെയുള്ള വിവിധ തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും ഇപ്പോൾ 4ഓ 5ഓ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വിട്ടാൽ പോലും ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായി വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 2027-28 മാറും എന്നുള്ളതിൽ ആർക്കും തർക്കമേ ഇല്ല. അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്പർ 1 ഇക്കോണമിയായിട്ട് ഇന്ന് നിൽക്കുന്നു. ചൈന നമ്പർ 2 ആണ്. സൈസിന്റെ കാര്യത്തിൽ മൊത്തം GDP-യുടെ തോത് വെച്ചുള്ള ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ IMF, അന്താരാഷ്ട്ര കൺസൾട്ടിങ് ഏജൻസീസ് എന്ന് പറയുന്ന മെക്കിൻസി, മറ്റുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ റേറ്റിംഗ് ഏജൻസി, മൂഡീസ്, ഇവരൊക്കെ പറയുന്നത് എന്തായാലും 2027-28 കൂടി നമ്മൾ 3ാം സ്ഥാനത്തിലെത്തും. പക്ഷെ അതുകൊണ്ടും നമ്മൾ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ വികസിത ഭാരതം 2047 കൂടി വികസിത ഭാരതം എന്നുള്ള സങ്കല്പം നമ്മുടെ മുമ്പിൽ വെക്കാൻ തന്നെ കാരണം, നാം വികസ്വര രാജ്യത്തിൽ നിന്നും ആളോഹരി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് കുറെ അധികം ദൂരം മുന്നേറാൻ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അപ്പോൾ 3ാം സ്ഥാനത്തെത്തിയാലും വീണ്ടും നമ്മുടെ വളർച്ചാ നിരക്ക് ഇന്നത്തെ ഒരു 6-7 എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു 8% വളർച്ചാ നിരക്ക് നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വം. ഇന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഇന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പലിശ നിരക്ക് 0.5% വെട്ടിക്കുറച്ചു. 0.5% ഇന്ന് കുറച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 മാസത്തിന്റെ ഇടയ്ക്ക് മൊത്തത്തിൽ 1% വായ്പാ നിരക്കുകൾ, റിസർവ് ബാങ്കിന്റെ വായ്പാ നിരക്ക്, റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് കൊടുക്കുന്ന ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയുടെ നിരക്കാണ്. ആ നിരക്ക് 1% കുറച്ചിരിക്കുന്നു. അതിന്റെ ഫലമായി വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർക്കും ഇനി വായ്പ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും പലിശയുടെ ഭാരം നല്ലവണ്ണം കുറയും എന്നുള്ളതിൽ സംശയമില്ല. പണത്തിന്റെ ലഭ്യത, റിസർവ് ബാങ്ക് വിപണിയിലെ പണത്തിന്റെ ലഭ്യതലാക്കി ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട ഒരു നിരക്കുണ്ട്. CRR എന്ന് പറയും. അതായത് 100 രൂപ നിക്ഷേപം കിട്ടിയാൽ ആ 100 രൂപയും ബാങ്കിന്റെ ഇഷ്ടം പോലെ നമുക്ക് വായ്പ കൊടുക്കാൻ സാധിക്കില്ല. 18 രൂപ നിർബന്ധമായും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടപ്പത്രത്തിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കണം. നിക്ഷേപത്തിൽ കിട്ടുന്നതിന്റെ 100 രൂപയുടെ 18% അങ്ങനെ പോകും. ബാക്കിയുള്ള ഒരു നിബന്ധന 4%-ഓളം ക്യാഷായിട്ട് തന്നെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം, കരുതൽ ധനമായിട്ട്. ആ 4% എന്നുള്ളത് ഇപ്പോൾ 3% ആക്കിയിരിക്കുന്നു. സെപ്റ്റംബർ മുതലാണ് ഇത് നടപ്പിൽ വരിക. അതെന്തായാലും ഈ നടപടി വഴി 2.5 ലക്ഷം കോടി രൂപ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാനായിട്ട് അധികമായി കയ്യിൽ കിട്ടുന്നു. അപ്പൊ പണത്തിന്റെ ലഭ്യത കൂട്ടാനായിട്ടുള്ള നടപടി, പണം ഇനി ലഭിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട, വായ്പ എടുത്തു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പലിശ ബാധ്യത, പലിശയുടെ ഒരു സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പലിശ നിരക്കുകൾ കുറച്ചു കൊണ്ടുവരുന്നു. അപ്പൊ അതായത് മൊത്തം ഈ താങ്കൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വികസനത്തിന്റെ പാതയിലേക്കുള്ള നമ്മുടെ ജൈത്ര യാത്ര ഇനിയും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ
ഒരു ആകത്തുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ അധികം ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് വീണ്ടും കുറവ് വരുത്തിയിരിക്കുകയാണ്. ഈ 50 അടിസ്ഥാന പോയിന്റ് കുറിച്ച് 5.5% പുതുക്കിയ നിരക്ക്. ഇത്തരത്തിലുള്ള ഈ ഇടപെടലുകൾ രാജ്യത്തെ സാധാരണക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്നതാണ്, പ്രയോജനം ചെയ്യുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഈ പലിശ നിരക്കിന്റെ കുറവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ വായ്പ എടുത്തിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിന്റെ ഒരു മെച്ചം അല്ലെങ്കിൽ ഗുണം ലഭിക്കും. ഇപ്പൊ കോർപ്പറേറ്റ്സ് ഉണ്ട്, വലിയ വലിയ കമ്പനികൾ വായ്പ എടുക്കാറുണ്ട്. പൊതുവെ അവരേറ്റവും നല്ല ഒരു വായ്പാ നിരക്ക് അവർക്ക് ബാർഗെയിൻ ചെയ്യുവാനുള്ള ഒരു സ്ഥാനം അവർക്കുണ്ട്. കാരണം വലിയ കമ്പനികളാണ്. അപ്പൊ അവർക്ക് എപ്പോഴായാലും എനിക്ക് തോന്നുന്നത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു വായ്പാ നിരക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കുവാനുള്ള ഒരു മിടുക്കും സ്ഥാനവും അവർക്കുണ്ട്. അപ്പൊ അവരുടെ കാര്യം നമ്മൾ വിട്ടാൽ പോലും MSME സെക്ടറിൽപ്പെട്ട വായ്പക്കാർ, മൈക്രോ യൂണിറ്റ്സ്, അതിൽ തന്നെ ഏറ്റവും, അതായത് സൂക്ഷ്മ യൂണിറ്റ്സ് നമ്മൾ പറയില്ല, ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മുദ്രാ ലോൺ അടക്കം ഉള്ള വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 50 ബേസിസ് പോയിന്റ്സ് എന്നുള്ളത് ഇന്നത്തെ തീരുമാനം 0.5%. പക്ഷെ കഴിഞ്ഞ 4 മാസത്തിനകം ഇത് 1% കുറച്ചു. അപ്പൊ അവർക്കുള്ള ബാധ്യത കുറയുന്നു. ഭവന വായ്പ എടുത്തിട്ടുള്ള ആൾക്കാരുടെ വായ്പ തിരിച്ചടവ് EMI കുറയും. ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പ ലഭിക്കും. കാർ എടുക്കാൻ, അതായത് 2 വീലർ ആണെങ്കിലും കാർ ആണെങ്കിലും അതും എടുക്കാനായിട്ട് വായ്പ എടുക്കുന്ന ആൾക്കാരുടെ പലിശ ബാധ്യത കുറയുന്നു. എഡ്യൂക്കേഷൻ ലോണിനടക്കം എല്ലാ തരം വായ്പക്കാർക്കും ഈ 1% പലിശ നിരക്ക് കുറവ് വന്നിട്ടുള്ളതിന്റെ ഗുണം ലഭിക്കും. അത് തന്നെയാണ് ഉദ്ദേശം. അപ്പൊ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി വേറൊരു കാര്യം നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടത്, ഈ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അമേരിക്ക, ചൈന, ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ഇവരുടെയൊക്കെ വളർച്ചാ നിരക്ക് ഈ വർഷത്തെ നോക്കിക്കഴിഞ്ഞാല് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം 1.18 ആണ്. അതായത് ഏകദേശം 1% വളർച്ച അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ചൈന പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 4%. ജർമ്മനി പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് -ആണ്, വളരുന്നില്ല. അവർ മിക്കവാറും കോൺട്രാക്ട് ചെയ്യും. അവരുടെ എക്കോണമിയുടെ സൈസ് ഈ വർഷം കുറയും എന്നാണ് അവര് അനുമാനിക്കുന്നത്. ജപ്പാൻ ഏകദേശം 1%. അപ്പൊ ഈ കൂട്ടത്തിലുള്ള, അതായത് ഇതാണ് വളർച്ചാ നിരക്ക് പൊതുവെ 4%, ചൈന, പിന്നെ 1% അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെയാണ് മേജർ രാജ്യങ്ങള് നേടാൻ പോകുന്ന വളർച്ചാ നിരക്ക്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യ 6.5% വളർച്ചാ നിരക്ക് റിയൽ GDP ഗ്രോത്ത് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വളർച്ചാ നിരക്ക് ഓൾറെഡി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ വളർച്ചാ നിരക്കിനെ കുറച്ചുകൂടി പരിപോഷിക്കാൻ അല്ലെങ്കിൽ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടർച്ചയായി നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. ഒരു രീതിയിലും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ഗതിവിഗതികൾ, ഇപ്പൊ ടാരിഫ് അടക്കം എല്ലാവർക്കും അറിയാമല്ലോ, ധാരാളം അസ്ഥിരത, അൺസർട്ടനിറ്റി അന്താരാഷ്ട്ര തലത്തില് എല്ലാ സമ്പദ്ഘടനകളും നേരിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷത്തിൽ സ്ഥിരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. ശ്രീ അധികേശവൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ലോകം ഒരു അസ്ഥിരതയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗമായി കഴിഞ്ഞാൽ അത് ഉയർച്ച താഴ്ചകളിലൂടെയാണ്. അത് അമേരിക്കൻ സമ്പദ്ഘടന ആയി കഴിഞ്ഞാലും ചൈനീസ് സമ്പദ്ഘടന ആയി കഴിഞ്ഞാലും എല്ലാ സമ്പദ്ഘടനയും ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ ഫേസ് ചെയ്യുകയാണ്. സാമ്പത്തികമായിട്ടും പല രീതിയിലുള്ള അസ്ഥിരത ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഭാരതം അടിക്കടി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഥിരമാർന്ന ഒരു പ്രകടനമാണ് അത് സാമ്പത്തിക മേഖലയിലേക്ക് കഴിഞ്ഞാലും എല്ലാ തരത്തിലായി കഴിഞ്ഞാലും ഭാരതം പ്രകടമാക്കുന്നത്. അവിടെ അതിന് ആധാരമായിട്ടുള്ള ഘടകങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട സ്ഥിരതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 3 തരത്തിലുള്ള സ്ഥിരതയാണ് ഒരു സമ്പദ്ഘടനയ്ക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി മിനിമമായിട്ട് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഒന്ന്, പണപ്പെരുപ്പത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തില് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള, ഇപ്പൊ ഒരു വർഷം 6 മാസം കൂടുമ്പോഴത്തേക്കും കണ്ടമാനം വിലക്കയറ്റം ഉണ്ടാവുന്നു, 7-8%.
പിന്നെ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് അധികാരികൾക്ക് സാധിക്കുന്നു, വീണ്ടും താഴുന്നു, 4-5%, വീണ്ടും ഉയരത്തിലേക്ക് പോകുന്നു. ഇതാണല്ലോ വോളറ്റിലിറ്റി നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പൊതുവെ റിസർവ് ബാങ്കും മറ്റുള്ള ഏജൻസികളും ഒക്കെ അനുമാനിക്കുന്നത് ഇനി അടുത്ത സാമ്പത്തിക വർഷം അവസാനം വരെ നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ 4% അടുപ്പിച്ചായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അസസ്മെന്റ് ആണ്. അപ്പൊ ആ പ്രൈസ് സ്റ്റെബിലിറ്റി, അവിടെ സ്ഥിരത നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെബിലിറ്റി ഈ ഫിനാൻഷ്യൽ സെക്ടറിന്റെ സ്റ്റെബിലിറ്റിയാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ അടങ്ങുന്ന ധനകാര്യ മേഖലയിലെ സ്റ്റെബിലിറ്റി. ബാങ്ക്സിന്റെ പെർഫോമൻസ് ഇപ്പോൾ കെട്ടാക്കടങ്ങളുടെ കഥകളൊക്കെ പഴങ്കഥകളായി. ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ്സ് എല്ലാം സ്ട്രോങ് ആണ്. ധനകാര്യ മേഖല പൊതുവെ സ്റ്റേബിൾ ആണ്. പക്ഷെ ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഇന്ത്യക്ക് അഭിമാനിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ ഭരിച്ചോട്ടെ, നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ അടിയുറച്ച ഒരു പൊളിറ്റിക്കൽ നേതൃത്വമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. 2014, 19, 24 അടക്കം രാജ്യം നിസ്സംശയമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ജനസമ്മതി നേടി ജനാധിപത്യപരമായിട്ട് തന്നെ ആ ഒരു പ്രോസസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഗവൺമെന്റിനെ എതിർക്കുന്നവർക്ക് അടക്കം പറയുന്നത് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ ഐഡിയോളജിയിലോട് ആശയപരമായ കാര്യങ്ങളിൽ വിയോജിപ്പ് പല രീതിയിലുണ്ടാവാം. അതെല്ലാം വിട്ടാലും അദ്ദേഹം ദൃഢമായ സ്ഥിരമായ രാജ്യത്തിന്റെ കാര്യം കൺട്രി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു നേതൃത്വം ഈ രാജ്യത്തിന് നൽകി എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഈ 3 ഫാക്ടേഴ്സും കൂടി വരുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ്, ഇവിടെ മുതൽ മുടക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള രാജ്യത്തിനകത്തുള്ള സംരംഭകരാകട്ടെ പുറത്തു നിന്നുള്ള നിക്ഷേപകരാകട്ടെ, അവരുടെ കോൺഫിഡൻസ്, വിശ്വാസം, ഈ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിശ്വാസ്യത, ഇതൊക്കെ വർദ്ധിക്കുന്നതാണ് ഈ കോമ്പിനേഷൻ ഓഫ് സർക്കംസ്റ്റൻസസ്. അപ്പൊ അതും ഈ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ആക്കം കൂട്ടും. പക്ഷെ ഇത് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു വികസിത രാജ്യമാവാൻ ഇനിയും എത്രയോ ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും കോൺഷ്യസ് ആണ്, അവെയർ ആണ്. കാരണം ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തില് രാജ്യത്തില് തൊഴിൽ മേഖലയില് തൊഴിൽ സാധ്യത സൃഷ്ടിക്കേണ്ട ആവശ്യകതയുടെ കാര്യത്തില് ഉയർന്ന വളർച്ചാ നിരക്ക് 7-8% തുടർച്ചയായിട്ട് വളർച്ചാ നിരക്ക് നേടേണ്ട ആവശ്യത്തിനെ കുറിച്ചൊക്കെ പൊതുവെ ഈ പോളിസി മേക്കേഴ്സും ഗവൺമെന്റും സർക്കാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ അവെയർ ആണെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. ഇതിപ്പം നമ്മൾ കൈവരിച്ചിട്ടുള്ള ഈ വികസനം പോരാ, അതിൽ വി കനോട്ട് റെസ്റ്റ് ഓൺ അവർ ഓൾസ് എന്ന് പറയുമല്ലോ. നമ്മൾ നേടിയ നേട്ടങ്ങളുടെ മേന്മ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ ആവുന്ന സമയമല്ല. ഇനിയും കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. കാരണം തുടർച്ചയായിട്ട് 20 വർഷം 25 വർഷം ഉയർന്ന വളർച്ചാ നിരക്ക് നേടുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വികസ്വര രാജ്യത്തിൽ നിന്നും വികസിത രാജ്യമാവുകയുള്ളൂ. അവിടെയും ഒരു കാര്യം ശ്രീ സുരേഷ് അദ്ദേഹത്തിന് ഐസിനോട് പറയാനുള്ളത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എമർജിങ് എക്കോണമി എന്നാണ് നമ്മൾ പറയുക. അതായത് വികസ്വര രാജ്യം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വികസിത രാജ്യം ആയിക്കൊണ്ടിരിക്കുന്ന എക്കോണമി സമ്പദ്ഘടന. പക്ഷെ ശരിക്കും നമ്മൾ പറയേണ്ടത് റീ എമർജിങ് എക്കോണമി എന്നാണ് ഇന്ത്യയെ കുറിച്ച്. അത് ഡോക്ടർ YV റെഡ്ഡി പഴയ RBI ഗവർണറൊക്കെ അതിനെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം 1750 ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ലോക GDP-യുടെ ഒരു കോൺട്രിബ്യൂഷനിൽ ഏകദേശം 20-25% ഇന്ത്യയുടേതായിരുന്നു. അപ്പൊ അവിടെ നിന്നും നമ്മൾ പുറകോട്ട് പോയി വീണ്ടും ആ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എമർജിങ് എക്കോണമി അല്ല, റീ എമർജിങ് എക്കോണമിയാണ്. അതിന് ഇനിയും കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ചില ന്യൂനതകളൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. പൊതുവെ പറയുകയാണെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾ, RBIയുടെ നയങ്ങൾ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ധനമന്ത്രിയുടെ നയങ്ങൾ മൊത്തത്തിൽ ഈ വളർച്ചാ നിരക്കിലാക്കിക്കൊണ്ട് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാരെ കൂടി കൈപിടിച്ച് ഉയർത്തുവാനുള്ള
പല വികസന പദ്ധതികളും നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇനിയും എന്താണ് കൂടുതൽ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇനിയും ഉണ്ടാവും. അത് രാജ്യത്തിന് ഗുണം ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. യെസ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ്, സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇനിയും വികസന കുതിപ്പുണ്ടാകുക തന്നെ ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല.